ബ്ലോക്ക് എലമെൻസിൻ്റെ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് കടക്കാം. അടുത്ത പ്രോപ്പർട്ടിയാണ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ. എന്താണ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ? ദ എനർജി റിക്വയർഡ് ടു കൺവേർട്ട് എ മെറ്റാലിക് ക്രിസ്റ്റൽ into an individual atom is known as enthalpy of atomization. നമുക്കറിയാം ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് കൂടുതലും മെറ്റൽസ് ആണ് എന്നല്ലേ. അതുകൊണ്ട് തന്നെ ഈ ആറ്റംസ് തമ്മിൽ മെറ്റാലിക് ബോണ്ടിങ് വഴി മെറ്റൽ ക്രിസ്റ്റൽസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ മെറ്റൽ ക്രിസ്റ്റൽസിൽ നിന്നും ഓരോ മെറ്റൽ ആറ്റത്തിനെയും വേറെ വേറെ ആക്കുന്നതിന് വേണ്ടി വരുന്ന എമൗണ്ട് ഓഫ് എനർജിനെയാണ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഡി ബ്ലോക്ക് എലമെൻസിന് ഹൈ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ആണ്. എന്താണ് അതിന് കാരണം? ഇതിൽ കൂടുതലായിട്ടും കണ്ടുവരുന്ന അൺപെയർഡ് ഡി ഓർബിറ്റൽ ഇലക്ട്രോൺസ് ആണ് ഇവയുടെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷന് കാരണം. ഡി ബ്ലോക്ക് എലമെൻസിൽ ഓരോ സീരീസിനിലും കൺസിഡർ ചെയ്യുമ്പോൾ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ആദ്യം തന്നെ കുറേശ്ശെയായിട്ട് കൂടി വരുന്നു. മിഡിൽ പോർഷനിലെത്തുമ്പോൾ ഒരു മാക്സിമത്തിലെത്തുന്നു. പിന്നീട് കുറഞ്ഞു വരുന്നതായിട്ടും കാണാം. ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ഫസ്റ്റ് ഇൻക്രീസസ്, ദെൻ റീച്ചസ് ടു എ മാക്സിമം ആൻഡ് ദെൻ ഡിക്രീസസ് ഫോർ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടി വരുന്നതനുസരിച്ചിട്ട് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ കൂടിയുന്നു എന്ന് നമുക്ക് പറയാം. ഇവിടെ ഒരു 3D സീരീസ് കൺസിഡർ ചെയ്താൽ സ്കാൻറ്റിയം മുതൽ സിങ്ക് വരെയുള്ള എലമെൻസിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏകദേശം ഈ സീരീസിൻ്റെ പകുതി എത്തുമ്പോൾ, ഏകദേശം ക്രോമിയൊക്കെ എത്തുമ്പോൾ ഇതിൻ്റെ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ഏറ്റവും കൂടുതലായിരിക്കും. കാരണം ക്രോമിയത്തിൽ 5 + 1 6 അൺപെയർഡ് ഇലക്ട്രോൺസ് നിങ്ങൾക്ക് കാണാം. ഡിയിൽ 5ഉം എസ്സിൽ 1ഉം 6 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഏറ്റവും കൂടിയ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ കാണിക്കുകയും പിന്നീട് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ കുറഞ്ഞു വരികയും ചെയ്യുന്നുണ്ട്. ഇനി എന്തിനാണ് ഈ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ കൊണ്ടുള്ള ഉപയോഗം? സ്റ്റാൻഡേർഡ് E0 വാല്യൂ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എ മെറ്റൽ കണ്ടുപിടിക്കുന്നതിന് എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ കൂടുതലുള്ള ആറ്റംസ് എങ്ങനെയായിരിക്കും? അവയുടെ ഹൈ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ആയിരിക്കും. നല്ല സ്ട്രോങ് ബോണ്ടിങ് വഴിയായിരിക്കും ഇത്തരം എലമെൻറ്റ്സ് എല്ലാം തന്നെ മെറ്റാലിക് ക്രിസ്റ്റലിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിനാൽ ഇത്തരം മെറ്റൽസിൻ്റെ ഹൈ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും ആയതുകൊണ്ട് ഇവ മിക്കവാറും എല്ലാ റിയാക്ഷൻസിലും നോബിളായിട്ട് അല്ലെങ്കിൽ വലിയ റിയാക്ടിവിറ്റി കാണിക്കാത്ത രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഓരോ മെറ്റൽസിൻ്റെയും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കാനായിട്ടും നമുക്ക് ഈ എൻതാൽപ്പി ഓഫ് ആറ്റമൈസേഷൻ ഉപയോഗിക്കാം.